ഓട്ടോമാറ്റിക് വണ്ടി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ വണ്ടിയിൽ നിങ്ങൾ നോക്കുക, ഡിഫറെൻറ്റ് മോഡുകളുണ്ട്. പാർക്കിംഗ് മോഡുണ്ട്, റിവേഴ്സ് ഉണ്ട്, ഡ്രൈവ് മോഡുണ്ട്, അതേപോലെ തന്നെ സ്പോർട്ട് മോഡുകളൊക്കെ ഈ വണ്ടിക്കുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഗിയർ ലിവർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് ഇതാ മുകളിലൊരു ചെറിയ ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ വണ്ടി ഇപ്പോൾ പാർക്കിംഗ് മോഡിലാണ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, പിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ റിവേഴ്സും ന്യൂട്രലും ഡ്രൈവ് മോഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ചില വണ്ടികളിൽ ഈ പാർക്കിംഗ് മോഡ് ഉണ്ടാവുകയില്ല. അത്തരം വണ്ടികൾ എങ്ങനെയാണ് ശരിക്കും പാർക്ക് ചെയ്യേണ്ടത്? ഈ ഒരു കൺഫ്യൂഷൻ പല ആളുകൾക്കും ഉണ്ടാകും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഗിയർ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പാർക്കിംഗ് മോഡ് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഓട്ടോമാറ്റിക് വണ്ടിയിൽ പാർക്കിംഗ് മോഡ് ഇല്ലെങ്കിലോ ആ ഒരു സമയത്ത് നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെക്കണം, കൂടെ ന്യൂട്രൽ മോഡ് ആക്കിയിട്ട് വെക്കാം. ഇത് നിരപ്പായ സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇനി ഒരുപക്ഷെ വണ്ടി ഉരുണ്ടുപോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അതായത് സ്ലോപ്പിലൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെച്ചതിന് ശേഷം സ്ലോപ്പ് നോക്കിയിട്ട് ഡ്രൈവ് മോഡിലോ റിവേഴ്സ് മോഡിലോ ഒക്കെ ആക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെ പറയാൻ കാരണം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് പ്ലസ് ന്യൂട്രൽ മോഡിൽ വെച്ചതിന് ശേഷം വണ്ടി ഉരുണ്ടു പോയതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ കൂടെ ഡ്രൈവ് മോഡോ അല്ലെങ്കിൽ റിവേഴ്സ് മോഡോ ആക്കുക. ഇനി പല ആളുകൾക്കും സംശയമുള്ള മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കേണ്ട കാര്യമുണ്ടോ, ലാസ്റ്റ് അത് ചെയ്താൽ പോരേന്ന്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ആദ്യം ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ടോട്ടൽ ലോഡ് ഹാൻഡ് ബ്രേക്കിലേക്കാണ് വരുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ആദ്യം ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോഡ് വരുന്നത് ആ ഒരു ഗിയർ ബോക്സിലേക്കാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കണം എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയിൽ മാത്രമല്ല, മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക. പിന്നീട് സ്ലോപ്പ് അനുസരിച്ച് ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് സ്ലോപ്പ് കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. വണ്ടി മുമ്പോട്ടേക്കാണ് ഉരുളാൻ ചാൻസ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ഗിയർ സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ വണ്ടി ബാക്കിലേക്കാണ് ഉരുളാൻ ചാൻസ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഇത് മനസ്സിലാക്കാതെ ഫസ്റ്റ് ഗിയർ മാത്രം ഉപയോഗിച്ച് പാർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക, അതാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വണ്ടി തെറ്റായിട്ട് പാർക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.